ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ച് പീലാണ്. ഇത് ഞാൻ ഇവിടെ 2 ദിവസമായിട്ട് ഉണക്കാനിട്ടതായിരുന്നു. നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങ് പൊട്ടി വരണം. അതാണ് ഇതിൻ്റെ ഒരു നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. എന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പൊട്ടി വരണം. നിങ്ങൾ പുറത്ത് വെയിലത്താണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ മതി, റൂമിലാണെന്നുണ്ടെങ്കിൽ 2 ദിവസം വേണ്ടി വരും. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത്. ചെറുതായിട്ടൊരു തരിയും വേണം, എന്നാൽ നല്ലോണം പൊടിയും വേണം. എന്നിട്ട് നമുക്കൊരു സ്പൂണ് ഈ പൊടി എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരല്പം തൈര് കൂടെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഒരു തിക്നെസ് എത്ര വേണോ അത്ര തൈര് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിൽ തൈര് ഒഴിച്ചതിന് ശേഷം തേൻ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുക. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തോ, അപ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും. എൻ്റെ കയ്യിലില്ലായിരുന്നു, അത് കാരണമാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നമുക്കിത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൈ വെച്ച് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ യൂസ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തോ കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ കണ്ണിന് താഴെ തേക്കണ്ട, ഓറഞ്ച് പീൽ പൗഡറല്ല. അപ്പോൾ കണ്ണിന് താഴെ തേക്കുന്നത് അത്ര ഒരു, കാരണം നമുക്ക് ചിലപ്പോൾ നീറ്റലുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിന് താഴെ തേച്ച് കൊടുക്കണ്ട. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ നല്ലോണം ഫേസിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ തന്നെ വെച്ച് കൊടുക്കണം. ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് വാഷ് ചെയ്യണം. അപ്പം ഞാനിതിവിടെ ഒരു 10 മിനിറ്റ് എൻ്റെ ഫേസിൽ ഇങ്ങനെ തന്നെ വെക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. 10 മിനിറ്റേ ഞാൻ വെച്ചിട്ടുള്ളൂ. നിങ്ങളും 10 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരല്പം വെള്ളമാക്കിയതിന് ശേഷം 1 മിനിറ്റ് ചെറുതായി ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. സ്മൂത്തായിട്ട് വേണം റബ് ചെയ്യാൻ, ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങ് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഫേസ് നല്ലോണം സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കട്ടെ. ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. വീക്കിലി ഒരു 4 തവണ നിങ്ങളിത് യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. പിന്നെന്താ, ഇത് ഓറഞ്ച്, നമ്മൾ കഴിക്കുന്ന ഓറഞ്ചിനേക്കാളും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ തൊലിയിലാണ്. അപ്പോൾ അത്രയും നല്ല ഒരു റിസൾട്ടും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറും തൈരും മാത്രം യൂസ് ചെയ്താൽ മതി. അതല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹണി കൂടെ യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചോ. അപ്പോൾ നല്ല സ്കിന്നൊന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.